എടാ, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന അമ്മയെല്ലാം അറിയിക്കല്ലേ. മോനെ ചെല്ല്, മുറി പോയിരിക്കേ. എന്തേ ഇതൊക്കെ നമ്മൾ അമ്മയോട് പറയണം, പറഞ്ഞില്ലെങ്കിൽ മോശ. എന്ത് മോശം? ഒരു മോശവും ഇല്ല. അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നിങ്ങൾ മിണ്ടായിരിക്കേ. ചന്ദ്രേ, ഓ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയേ? ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. എന്ത് സന്തോഷ വാർത്ത? എന്താണെങ്കിലും പെട്ടെന്നൊന്ന് പറ. ഇനി വന്നേ, വാ. എന്താ? അമ്മ വന്നിട്ടുണ്ട്. ശ്രുതിയെ ഇവിടുന്ന് പുറത്താക്കിയ കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല. നിന്റെ നാവീന്ന് എങ്ങാനും ഇത് വീണ അതോടെ തീർന്നു എല്ലാം. എന്താ ഭാമ പറയാമെന്ന് സന്തോഷ വാർത്ത? അതാദ്യം പറയേ. നീ ഇതെടുക്ക. സുധി, എടുക്കും മോനെ. ഇവേട്ടാ. അതെ, നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾക്ക് ഷുഗറാ. അതൊക്കെ നിങ്ങൾ മറന്നോ? വല്ലപ്പോഴും കഴിച്ചാലൊരു കുഴപ്പമൊന്നുമില്ല. ഭാമ പറയാമെന്ന് പറയേ. നമ്മുടെ സുധിയെ ഒരച്ഛനാവാൻ പോവാ. സുധിയോ? അതിന് ശ്രീകാന്തല്ലേ അച്ഛനാവാൻ വേണ്ടി പോകുന്നേ? ശ്രീകാന്ത് അച്ഛനാവും. അതിനു മുൻപേ ഈ മിടുക്കനാവും അച്ഛനാവുക. എന്തൊക്കെയാടി നീ പറയുന്നേ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഞാൻ സത്യം തന്നെയാ പറഞ്ഞേ. ശ്രുതി പ്രഗ്നന്റാ. സത്യമാണോ ഭാമ പറഞ്ഞേ? അതേ രവേട്ടാ. അല്ല, അതിന് നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്നോട് ശ്രുതി തന്നെയാ പറഞ്ഞത്. അപ്പോ അവള് നിന്റെ വീട്ടിൽ വന്നോ? ഏയ്, അവളെന്റെ വീട്ടിലൊന്നും വന്നില്ല. അല്ലെങ്കിലും ഞാൻ അവളെ വീട്ടിൽ കയറ്റുവോ? ടൗണിൽ വെച്ച് കണ്ടപ്പോ അവള് പറഞ്ഞതാ. അങ്ങനെ പറ. അപ്പൊ അവള് കള്ളം പറഞ്ഞതാ. അവള് വാ തുറന്ന കള്ളമല്ലേ പറയൂ. കേട്ട പാതി കേൾക്കാത്ത പാതി സ്വീറ്റ്സുമായിട്ട് ഇങ്ങ് വന്നിരിക്കുക.